ഫൈനലി നമ്മുടെ മാവ് പൂത്തു ഗായ്സ്. എല്ലാ വീട്ടിലും മാങ്ങയും പിച്ചാച്ചാർ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വീട്ടിലെ മാവ് പൂക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ മുൻവശത്ത് നിൽക്കുന്ന റംബൂട്ടാനാണ് കേട്ടോ. പഴുത്ത് കഴിയുമ്പോൾ നല്ല ചുമന്ന് നിൽക്കുകയും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വൈകിട്ട് നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോവാം. അപ്പോൾ ഹായ് ഹലോ, നമ്മൾ മലനട ക്ഷേത്രത്തിലാണ് കേട്ടോ പോണത്. ഞാനും അമ്മയും ആസ് യൂഷ്വൽ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു ചേച്ചി എനിക്ക് വാങ്ങിച്ചു തന്ന വളയാണ് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. ആസ് യൂഷ്വൽ നമ്മൾ കാറിൽ തന്നെയാണ് പോണത്. എൻ്റെ അനിയൻ തന്നെയാണ് ഒഫീഷ്യൽ ഡ്രൈവർ. ഞാൻ എളിഞ്ഞേറി ഫ്രണ്ടിലിരിപ്പുണ്ട് എന്നും പറയുന്ന സാധനം തന്നെ. ഇത് എൻ്റെ പുതിയ കമ്മലാണ് ഗൈസ്, ഉത്സവത്തിന് വാങ്ങിച്ചാണ്. കണ്ടോ സൂര്യൻ അസ്തമിക്കുന്ന കണ്ടോ ഗൈസ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കണ്ണാടി കൂടെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതാണ് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മൾ ഏകദേശം അമ്പലം അടിക്കാറായി കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി ഗൈസ്. ഇത് കേരളത്തിലെ ഒരേ ഒരു ദുര്യോധന ക്ഷേത്രമാണ്. മലനാട് ക്ഷേത്രം എന്ന് പറയും. നമ്മുടെ കൊല്ലം പത്തനംതിട്ട ബോർഡറാണ് ഏകദേശം വരുന്നത് കേട്ടോ. ഇവിടെ അപ്പൂപ്പനാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് നേർച്ചയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ നമ്മൾ വന്നത്. ഞാനും അമ്മ അനിയനും കൂടാണ് വന്നത് കേട്ടോ. അപ്പം ഇത് അമ്പലത്തിന്റെ ബാക്ക് സൈഡ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സ് ഹെലിക്യാമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട്. സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ, എന്ത് രസമാണ് കാണാൻ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു ബേക്കറിയിൽ കയറി വേഫറൊക്കെ വാങ്ങിച്ചു കേട്ടോ. അത് തീറ്റി തുടങ്ങി. അപ്പം തന്നെ അത് തീർന്നു കേട്ടോ. ഞാനും അനിയനൂടെ മാറി മാറി എടുത്തപ്പോഴത്തേക്ക് അത് തീർന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോണ അമ്മയുടെ വീട്ടിലാണ്. കാരണം അമ്മയുടെ വീട് മലനാട് ക്ഷേത്രത്തിനടുത്തായിട്ട് വരും കേട്ടോ, കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ അമ്മയുടെ വീട്ടിൽ പോയി അമ്മാമ്മയെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങി വരുന്ന വഴിക്ക് കടമനാട് ഒരു പുരാതന ഓർത്തഡോക്സ് പള്ളിയുണ്ട് കേട്ടോ. അവിടെ പെരുന്നാളാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ കയറാറുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മൾ അമ്പലത്തിലും പള്ളിയിലും എല്ലാം പോകും കേട്ടോ. അപ്പോൾ അവിടെ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് കത്തിച്ചു. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് എൻ്റെ അനിയൻ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് കയറുന്നത് കേട്ടോ. അങ്ങനെ അവൻ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പള്ളിയാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അമ്മ അവിടെ നിന്ന് തൊഴുതപ്പോഴത്തേക്ക് ഒരു അങ്കിള് പറഞ്ഞു അകത്തോട്ട് കയറി നിന്ന് തൊഴുതോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പള്ളിയുടെ അകത്തൊക്കെ പോയി തൊഴുതു കേട്ടോ. പള്ളിയുണ്ടോ, എന്ത് രസമാണ് കാണാനല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി നാളെ പക്കലാം. ബൈ.